മേഖലയിലുള്ള കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്കോ ഇന്ത്യ PSU ഇക്വിറ്റി ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 41.76% റിട്ടേൺ കൊടുത്തത്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കിയാലും 30% ഇനി ഇതിന്റെ ആവറേജ് ഇതുവരെയുള്ള റിട്ടേൺ നോക്കിയാലും 17% ഇതിന്റെ റിട്ടേൺ വരുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചത് മുതൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു FD ഇടുകയാണെങ്കിൽ ഒരു 9% അതിന്റെ ഇരട്ടിയോളം ആണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിൽ ഇതൊരു നെഗറ്റീവ് റിട്ടേൺ കാണിച്ച ഒരു ഫണ്ട് കൂടെയാണ്. അതിനുള്ള കാരണം കഴിഞ്ഞ വർഷം ഇക്വിറ്റി മാർക്കറ്റ് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾക്ക് ഒരു ഇടിവ് നേരിട്ടു. ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം വന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നോക്കുമ്പോൾ 41% എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു റിട്ടേൺ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ NAV വരുന്നത് 77 രൂപയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മിനിമം SIP ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ചെറിയൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിന്റെ ഫണ്ട് റൈസ് വരുന്നത് ഫണ്ട് സൈസ് 1394 കോടിയാണ്. ഇത് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ പൊതുമേഖലയിലുള്ള ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC ലിമിറ്റഡ് ഇങ്ങനെയുള്ള കമ്പനികളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് അത്രയധികം വിശ്വസിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ആ കമ്പനികളുടെ വളർച്ച അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതും. അപ്പോൾ പ്രധാനപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചാൽ എനർജി മേഖലയിൽ 44%, ഫിനാൻഷ്യൽ മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ 21%, ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള കമ്പനികളിൽ 29%, അതുപോലെ മെറ്റീരിയൽസ് മേഖലയിലുള്ള കമ്പനികൾ 4%മാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റിട്ടേൺ ആൻഡ് റാങ്കിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ 3 വർഷത്തിൽ 39% കൊടുത്തപ്പോഴാണ് ഇത് 41% കൊടുത്തത്. അതുപോലെ കഴിഞ്ഞ 1 വർഷം ഈ കാറ്റഗറിയിലുള്ള ബാക്കിയുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടും 5% നെഗറ്റീവ് റിട്ടേൺ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ട് -3.5% മാത്രമാണ് റിട്ടേൺ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും വളരെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് വേണേൽ കാണാൻ പറ്റും. ഈ മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.94 GST ഉൾപ്പെടെയാണ് വരുന്നത്. അതുപോലെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 10%. നമുക്ക് 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റിന്റെ ആണ്. അതിനുശേഷമാണെങ്കിൽ നമുക്ക് 1% പിന്നീട് 10%ന്റെ 1% നമുക്ക് റിഡീംഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും വരുന്നില്ല, 0.005 ആണ് വരുന്നത്. പിന്നെ ടാക്സ് ഇംപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അത് 1 വർഷത്തിനുള്ളിൽ 20%, അല്ല എങ്കിൽ 12% വരുന്നത്.